എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കരിക്കപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് പാത്രത്തിലേക്കിട്ട് 2-3 വെള്ളം കഴുകി വെള്ളം ഒഴിച്ചു വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കണം. നന്നായിട്ട് കഴുകി എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഇളനീരാണ് എടുത്തിട്ടുള്ളത്. തീരെ ഇളതല്ല, തിന്നാൻ പാകത്തിനുള്ള അതിൻ്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇളനീര് വെള്ളവും കാമ്പും എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അരി അതിനോടൊപ്പം ഇട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ഒരു 3 ഏലക്ക തോട് പൊളിച്ച് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക. ഇതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല. ആ ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അതിന് മധുരമുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ഒരു തരിതരിപ്പോടെ കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവണം. കൈ കൊണ്ട് തൊടുമ്പോൾ തരി തട്ടുന്നതായിരിക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം എടുക്കാൻ. ഇനി ബാക്കിയുള്ള വെള്ളം ചേർക്കേണ്ടതില്ല. അതും കൂടെ ചേർത്താൽ ലൂസായി പോവും. ഇലയിൽ എടുക്കേണ്ടതാണ്. ഇഡ്ഡലി തട്ടിൽ വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഴത്തിൻ്റെ മധുരവും ഇളനീരിൻ്റെ മധുരവും എല്ലാം കൂടി ചെറിയൊരു മധുരം ഉണ്ടാകും. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിടുന്ന സമയത്ത് അത് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആയി അപ്പത്തിനൊരു മധുരം കിട്ടും. ഇനി ഇത് ഇലയിൽ കോരി വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. ഒരു 2 സ്പൂണ് വെച്ച് മടക്കി എടുക്കാവുന്നതാണ്. ഇനി ആവി വന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം സ്റ്റൗ സിമ്മിലാക്കുക. ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി കയറ്റുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം എടുക്കുക. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കുക. വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു അപ്പമാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.